റഷ്യയുടെ പിന്തുണ ആത്മാർത്ഥമായി ഇറാൻ പ്രതീക്ഷിക്കുന്നു. റഷ്യ ഒരു വലിയ അന്തരാള ഘട്ടത്തിൽ നിന്നപ്പോൾ, അതായത് ഉക്രൈൻ യുദ്ധത്തിൽ ആയുധങ്ങൾ അവനാഴി ശൂന്യമായി വന്നപ്പോൾ ഇറാനാണ് ഷഹീദ് മിസൈലുകളെല്ലാം കൊടുത്തുകൊണ്ട്, ഡ്രോണുകൾ കൊടുത്തുകൊണ്ട് റഷ്യയെ സഹായിച്ചത്. പുടിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അത് അദ്ദേഹം പലയിടത്തും തുറന്നു പറയുകയും ചെയ്തു, ഞങ്ങൾക്കൊന്ന് സഹായിച്ചാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷേ നടുപൊടിയുന്ന രീതിയിലുള്ള പണിയുണ്ട് അവിടെ മോസ്കോയിൽ. അത് കഴിഞ്ഞിട്ട് അലക്കൊഴിച്ച് പെണ്ണുകെട്ട് നടക്കില്ല എന്ന് പറയുന്ന പോലെ എങ്ങനെയാണ് ഇറാനെ ഇപ്പോൾ സഹായിക്കുക എന്ന ആ ഒരു പ്രതിസന്ധിയിൽ ആണ്. ഒരു വ്യാമിശ്രത റഷ്യയുടെ ഭാഗത്തുണ്ട്. മറ്റൊരു ഘടകം ചൈനയാണ്. എക്കാലത്തും ഇപ്പോൾ ഐക്യരാഷ്ട്ര സെക്യൂരിറ്റി കൗൺസിലിൽ ആ പ്രമേയം വന്നു കഴിഞ്ഞാൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടവുമായി ബന്ധപ്പെട്ട ഇറാനെയോ ഇസ്രായേലിനെയോ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്നൊക്കെ പറയുന്ന പ്രമേയം വന്നാൽ ഇറാൻ അനുകൂലമായി നിലപാടെടുത്ത് വേണ്ടി വന്നാൽ ഇറാന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു തീരുമാനത്തിലേക്ക് നീങ്ങിയാൽ വീറ്റോ പ്രയോഗിക്കുന്ന ആദ്യ രാജ്യം ചൈനയായിരിക്കും. അത് ചെയ്യും അവർ. ഈ വീറ്റോ പറയുന്നതല്ലാതെ അവർ ആക്റ്റീവായി സൈന്യങ്ങളെ അയച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ആക്രമണത്തെ തടയില്ല എന്നാണ് പൊതുവെയുള്ള നിഗമനം. പക്ഷേ ഇറാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇറാൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇറാൻ ആഗ്രഹിക്കുന്നു ഏതെങ്കിലും കാരണവശാൽ അമേരിക്ക ഇസ്രായേലിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ, ഇപ്പോൾ ഇസ്രായേൽ മാത്രമാണ് ഇറാനെ ആക്രമിക്കുന്നത്, ചൈന തങ്ങളുടെ രക്ഷയ്ക്ക് വരും. അതൊരു ലോകയുദ്ധത്തിലേക്ക് നീങ്ങിയേക്കാമെങ്കിലും ചൈനയെ കാട്ടിയാണ് ഒരുപക്ഷെ അമേരിക്കയെ വിരട്ടാൻ പറ്റുന്ന. അല്ല എങ്കിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഒരു ചങ്ങാത്തത്തിൽ ഇറാനെതിരെ ആക്രമണം നടത്തിയാൽ ഇറാൻ പിന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് ചൈന ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ഇൻ ഇറാൻസ് സ്ട്രാറ്റജിക് സ്കീം ഓഫ് തിങ്സ്. ഇതൊക്കെയാണ് ഇറാൻ പ്രതീക്ഷിക്കുന്നത്.